ചെറുപയർ കുറുമ ഉണ്ടാക്കിയാലോ? ഇതുണ്ടാക്കാൻ ഞാൻ 2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്, അത് പുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ 1 കപ്പ്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, സവാള ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം, തക്കാളി ഇട്ട് കൊടുക്കാം, പച്ചമുളകും ഇട്ട് കൊടുക്കാം, കുതിർത്ത ചെറുപയർ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള സ്പൈസസ് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം, നന്നായി മിക്സ് ചെയ്യാം. അടച്ചു വെച്ച് വേവിപ്പിച്ചെടുക്കാം. വെന്ത് വന്നാൽ അടുപ്പ് മാറ്റാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എരിവിനാവശ്യമായ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. താളിക്കാൻ വേണ്ടി ചെറിയ ഉള്ളി, കടുക്, കറിവേപ്പില, വാറ്റൽമുളക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചെറുപയർ കുറുമ റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്. ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ അടിപൊളിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.